രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ശ്രീജിത്ത് സാരംഗി എഴുതിയ കൽപ്പിതകാമിനി എന്ന കവിതാ സമാഹാരവും ശ്രീ സബീഷ് ഗുരുതിപ്പാല എഡിറ്റിംഗ് നിർവഹിച്ച കവിതാ സമാഹാരങ്ങളുടെ ഒരു പുസ്തകവുമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പ്രകാശന ചടങ്ങിലേക്ക് ഇതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് ശ്രീ എം.എ. സിദ്ദിഖ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രഭാഷകനും എഴുത്തുകാരനും കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി മിനി ഉതുപ്പാണ്. എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയായ ആ മഹതിയെയും ഈ വേദിയിലേക്ക് പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു. ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിക്കുന്നതിന് ശ്രീ എം.എ. സിദ്ദിഖ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിന് മിനി ഉതുപ്പ് മാഡത്തെയും ക്ഷണിക്കുന്നു. ആദ്യം പ്രകാശനം ചെയ്യുന്നത് കൽപ്പിതകാമിനി എന്ന ശ്രീജിത്ത് സാരംഗി എഴുതിയ പുസ്തകമാണ്. സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ എം.എ. സിദ്ദിഖ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ അവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നതെങ്കിലും കവിതയെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംവാദത്തിൻ്റെ വേദിയായി തീർച്ചയായും കൽപ്പിതകാമിനിയുടെയും കാവ്യാംഗനയുടെയും ഈ പ്രകാശന സദസ്സും ഇതിനെ തുടർന്നുള്ള ഈ കൃതികളുടെ വായനകളും വഴിവിളക്കാവും എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇത്രയേറെ പുസ്തക സ്റ്റാളുകളുള്ള ഈ പുസ്തകമേള, അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ ഒരു വലിയ ഉത്സവമായി തീരുമ്പോൾ ഈ മേളകളുടെ എല്ലാം ഹൃദയത്തുടിപ്പായി തീരുന്ന ധാരാളം കാവ്യപുസ്തകങ്ങൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം ഗദ്യത്തിലൂടെ നിർമ്മിക്കപ്പെട്ടതാണോ പദ്യത്തിലൂടെ നിർമ്മിക്കപ്പെട്ടതാണോ എന്ന ഒരു നിയോ ക്ലാസിക് സംവാദം കേരള ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ കാലത്ത് നടത്തിയിരുന്ന ദ്വിതീയാക്ഷര പ്രാസവാദ ചർച്ചയെപ്പറ്റിയൊക്കെ തീർച്ചയായും പ്രഭാഷണത്തിലും അധ്യയനത്തിലും നല്ല ഉള്ളടക്ക ബലത്തോടുകൂടി സംസാരിക്കുന്ന റിജോയെ പോലെയുള്ളവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട്. പദ്യത്തിൽ പോലും കത്തെഴുതിയിരുന്ന വലിയ കോയിത്തമ്പുരാനെ പോലെയുള്ളവരിൽ നിന്ന് പദ്യം തന്നെ രാഷ്ട്രീയമായി തീരുന്ന, വർത്തമാനം പ്രതിരോധമായി തീരുന്ന ഒരു കാലത്താണ് കൽപ്പിതകാമിനിയും കാവ്യാംഗനയും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സബീഷ് ഗുരുതിപ്പാല എഡിറ്റ് ചെയ്ത കാവ്യാംഗന ചങ്ങമ്പുഴയുടെ ഭാഷയനുസരിച്ച് പറഞ്ഞാൽ നർത്തനം ചെയ്യുന്ന കവിതയാണെങ്കിൽ, കനകച്ചിലങ്ക അണിഞ്ഞ് നർത്തനം ചെയ്യുന്ന അലങ്കരിത ഭാഷയുടെ കവിതയാണെങ്കിൽ, കാവ്യാംഗനയിൽ അലങ്കാര ഭാഷകൾ മാറ്റിവെച്ചിട്ട്, കനകച്ചിലങ്കകൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ പഴയ കല്ലിനെ തന്നെ കവിതയായി കണ്ടെടുക്കുന്ന അനേകം കവിതകളുടെ ഒരു സമാഹാരമാണ്.
ഉരുതിപ്പാല അത് വളരെ കാര്യമായി തന്നെ സബീഷ് അത് ചെയ്തിരിക്കുന്നു എന്നത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കവിതകൾ എഴുതിയവർ തന്നെയും തിരിച്ചറിയും. നമുക്കറിയാം, ഇപ്പോൾ മലയാള കവിതയെ വേറൊരു രൂപത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗോത്ര കവിതകൾ, അതിൻ്റെ സമാഹരിത രൂപങ്ങൾ വരുന്ന ഒരു കാലമാണ്. അടച്ചുവച്ചിരുന്ന ഭരണി തുറന്നപ്പോൾ സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ചിരുന്ന ഭാഷയുടെ സത്യങ്ങൾ തുറന്ന് പുതിയ കാലങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ആ കാലം നമ്മെ നയിക്കുന്നു എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരം തന്നെയാണ് കാവ്യാംഗന എന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. മറ്റൊന്ന് ശ്രീജിത്ത് സാരംഗിയുടെ കൽപ്പിത കാമിനിയാണ്. ശ്രീജിത്ത് സാരംഗി ഒരു കവി മാത്രമല്ല എന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ എൻ്റെ സുഹൃത്തായ ശ്രീജിത്ത് സാരംഗി ഒരു ഫിലോസഫർ എന്നുള്ള നിലയിൽ ഒരു പക്ഷേ നമ്മുടെ വൈബ്രൻ്റായിട്ടുള്ള ഫിലോസഫിയുടെ ചരിത്രത്തിൽ ഇടപെടാൻ കഴിയുന്ന, അനേകം പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്ന ധൈഷണികമായ ജീവിതമുള്ള ശ്രീജിത്ത് സാരംഗി കഥകൾ വായിക്കുന്ന, ചലച്ചിത്രങ്ങൾ കാണുന്ന, ചലച്ചിത്ര ആസ്വാദനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി ഒരു കവിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം നാമൊക്കെ വായിച്ചിട്ടുണ്ട്, കാവ്യ നെല്ലിക്ക എന്ന പുസ്തകം. ആ കൃതിയിലേതടക്കം മാറ്റിവെക്കപ്പെട്ട, സമാഹരിക്കപ്പെടാത്ത കൃതികളുടെ കൂടി ഒരു പ്രകാശനമായി കൽപ്പിത കാമിനി ഇവിടെ മാറുന്നുണ്ട്. ഈ രണ്ട് പേരുകളിലും ആവർത്തിക്കുന്ന കാമിനിയും അങ്കനയും പെണ്ണിൻ്റെ ഭാഷണത്തെ കവിതയുടെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് പരമ്പരാഗതമായ കാവ്യഭാഷണത്തിലെ അങ്കനമാരുടെ സൗന്ദര്യമല്ല, പരമ്പരാഗത വർത്തമാനത്തിലെ അങ്കനമാരെ കുറിച്ചിട്ടുള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കുറച്ച് വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം അവസാനിപ്പിക്കാം. വിരൽക്കനം നൊമ്പരം എന്ന ശ്രീജിത്ത് സാരംഗിയുടെ കവിതയിലെ വരികളാണ്. ഈ ഇടനാഴിയിൽ വീണ ഇംഗിത ഈണം ഇരുളുമായി ഇണചേർന്ന വൈകിയ നേരം, അഴലുന്ന അനന്തം ആത്മസംഘർഷത്തിന് ഇടിമിന്നൽ ഉടനടി വന്നു വീഴുമ്പോൾ, നേരടരുന്ന നീട്ടുന്ന ഏകാന്തതൻ നിർദ്ദയ നൊമ്പരം ചുംബിച്ചിരിപ്പു, നീലമേഘക്കച്ച ചെമ്പിച്ചിരിപ്പു, നീതിസാരങ്ങളിൽ ചോര ചിരിപ്പു എന്ന വരികൾ. നീതിസാരങ്ങൾക്കൊരു കുറവുമില്ല. നാം ജീവിക്കുന്നത് തന്നെ ഒരുപാട് നീതിസാരങ്ങൾക്കിടയിലാണ്. നീതിസാരങ്ങൾ തട്ടിയിട്ട് മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് നാം ജീവിക്കുകയാണ്. അരുതരുതരുത് അരുതുകളുടെ ഒരു ജീവിത കാലത്ത് നിങ്ങൾ തുപ്പരുത്, നോക്കരുത്, ചിരിക്കരുത്, കരയരുത്, നടക്കരുത്, പറക്കരുത്, എഴുതരുത് എന്ന് ആവർത്തിച്ചു പറയുന്ന നിഷേധങ്ങളുടെ, മനുഷ്യനെ വിലക്കുന്ന വലിയ നീതിസാരങ്ങൾക്കിടയിൽ ഈ നീതിസാരങ്ങൾ ചോരകളെ സൃഷ്ടിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഒരു പുതിയ പുരോഗമന സാഹിത്യകാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഷീറിൻ്റെ കൃതിയെപ്പറ്റി പണ്ട് എം ബി പോൾ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തീർച്ചയായിട്ടും ലോക സാഹിത്യ ചരിത്രത്തിൽ നിന്ന് പോൾ എടുത്ത വാക്യമാണത്. ഈ കൃതി മോശമാണ് എന്ന്, ഈ കൃതി മാർക്ക കല്യാണത്തെക്കുറിച്ച് പറയുന്നതാണെന്ന്, ഈ കൃതി അപരിഷ്കൃത ജീവിതങ്ങളെ പരിഷ്കൃത സാമൂഹിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് പരിഹസിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുന്നു. ഈ കൃതി വായിക്കാനെടുക്കുന്നവർ ഈ കൃതിക്കുള്ളിൽ ചോരപ്പാടുകൾ കാണുന്നത് മറന്നു പോകരുത്. ഈ കൃതിയുടെ വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മെ നയിക്കുന്ന നീതിസാരങ്ങളുടെ മൂക്കിൻ തുമ്പിൽ ചോരപ്പാടുണ്ടെന്നും ആ ചോര എൻ്റെ ഹൃദയമിടിപ്പാണെന്നും എൻ്റെ കുഞ്ഞിനുമേൽ പതിച്ച മിസൈൽ എൻ്റെ കുഞ്ഞിൻ്റെ തലച്ചോറിൽ നിന്ന് വലിച്ചെറിഞ്ഞ ചോരക്കഷ്ണമാണെന്നും വിളിച്ചു പറയുന്ന ഗാസയുടെ ഒരു ചിത്രത്തോടു കൂടി ഫ്രണ്ട് ലൈൻ പുറത്തിറങ്ങിയ ഒരു ദിവസം കൂടിയാണ്. ഇതെൻ്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞിൻ്റെ തലച്ചോറിൽ നിന്ന് പൊട്ടിത്തെറിച്ച ചോര ഈ ലോകത്തിൻ്റെ നീതിബോധങ്ങൾക്കുമേൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ആ ചോദ്യം ചെയ്യലുകളുടെ എല്ലാം കൊടിയടയാളം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ കവികൾ മുന്നിലേക്ക് വരുമ്പോൾ മലയാള കവിതയും ആ നീതിബോധത്തിൻ്റെ കാവ്യാംശവുമായി, കാവ്യാംഗനയുമായി മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് അലങ്കാരങ്ങളില്ലാത്ത കാവ്യശരീരത്തിൻ്റെ രണ്ട് പ്രതീകങ്ങളായി തീരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന കൽപ്പിതകാമിനിയുടെയും കാവ്യാംഗനയുടെയും പ്രകാശന കർമ്മത്തിൽ അവിചാരിതമായിട്ടാണ് പങ്കെടുക്കേണ്ടി വന്നതെങ്കിലും ഈ പ്രകാശം എൻ്റെ തലച്ചോറിലും ചീറ്റിത്തെറിക്കുന്നത്
കവിതയുടെ അനേകം പ്രകാശരശ്മികളാണ്, അനേകം പ്രകാശവർഷങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ എൻ്റെ വർത്തമാനം ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് പുസ്തകം ഏറ്റുവാങ്ങിയ മിനി ഉതുപ്പ് മാഡത്തെ ക്ഷണിക്കുന്നു. സബീഷ്, നമസ്കാരം. സബീഷ് ഉരുതിപ്പാല എഴുതിയ കാവ്യാംഗനയും ശ്രീജിത്ത് സാരംഗി എഴുതിയ കൽപ്പിതകാമിനിയും ഞാൻ ഏറ്റുവാങ്ങുകയുണ്ടായി. അതിനെക്കുറിച്ച് 2 വാക്ക് പറയട്ടെ. കാവ്യാംഗന സബീഷ് ഉരുതിപ്പാല. എന്നെ ആകർഷിച്ച ചില വരികൾ മാത്രം ഞാൻ ചൊല്ലാം. 100 നെന്മണി ദിവസങ്ങളെടുത്ത് ഒരുമിച്ച് കൂട്ടിയ ഉറുമ്പുകളേക്കാൾ 100 നെന്മണി ദിവസങ്ങളെടുത്ത് ഒരുമിച്ച് കൂട്ടിയ ഉറുമ്പുകളേക്കാൾ ആദരിക്കപ്പെടുന്നത് ഒരൊറ്റ രാത്രി ശബ്ദമുണ്ടാക്കി നാളാറെ അറിയിച്ച മരംകൊത്തിയാണ്. ഒരൊറ്റ രാത്രി ശബ്ദമുണ്ടാക്കി നാളെ അറിയിച്ച മരംകൊത്തിയാണ്. പൊന്നൊളി വിതറും സൂര്യ നിൻ പ്രഭ മിന്നും കതിരൊളി കടമായി തരുമോ. പവന്തൻ പനിവായി വരുമൻ സവിധേ നല്ലൊരു വിസറി കടമായി തരുമോ. സബീഷ് കുരുതിപ്പാല കാവ്യാംഗന മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ഏറ്റുവാങ്ങാനിടയായ വളരെയധികം അഭിമാനിക്കുന്നു ഞാൻ. അടുത്തത് ശ്രീജിത്ത് സാരംഗിയുടെ കൽപ്പിതകാമിനിയാണ്. ശ്രീജിത്ത് സാരംഗിയുടെ കവിതാ സമാഹാരമായ കാവ്യനെല്ലിക്ക ആദ്യം പുറത്തു വന്നിരുന്നു. ശാരദേന്ദുവിൽ തറ്റ് നോക്കിക്കൊണ്ടല്ലി നിൽപ്പൂ മന്ത്രോച്ചാരണം ഓടെ മുമ്പിലെ മൊട്ടക്കുന്ന് മുഖമാവരുന്നിടം മ്ലാനമാപതിൻ ഭാവം. ചുരുട്ടി എറിഞ്ഞവ തൂത്തുകൂടിയവ ഇതുകൾ കവിയൊരുക്കരുകൾ ഹൃദയത്തിൽ പ്രവർത്തിച്ചു ഭീരുവായ വാക്കി നിൻ സാഹിതി സ്വരൂപനിൽ വിധവിളപ്പെടുന്നു കരുതട്ടെ ഞാൻ കവിത താനെന്ന്. ഇതൊക്കെ ശ്രീജിത്ത് സാരംഗിയുടെ വരികളാണ്. മഴതരും പുതുമണ്ണ് മണമുണ്ട് മൊഴിയിൽ മമ മൗനവാഗ്ദാനം കൊഴിയുന്നു മനമതിൽ. മിഴിമറിഞ്ഞും ചരം ചെയ്തണത്തുമ്പോൾ കടമെടുത്തത് കുഴൽ കടലിൻ്റെ വക. ശ്രീജിത്ത് സാരംഗിയുടെ ഈ കൽപ്പിതകാമിനിയും സബീഷ് കുരുതിപ്പാലയുടെ കാവ്യാംഗനയും ഏറ്റുവാങ്ങാൻ ഭാഗ്യസിദ്ധിച്ചതിൽ ഞാൻ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. താങ്ക് യു മാഡം. നമ്മുടെ കൽപ്പിതകാമിനി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീജിത്ത് സാരംഗി, അദ്ദേഹം വൈകിയാണ് എത്തിയത്. അദ്ദേഹത്തെ ഈ 2 വാക്ക് സംസാരിക്കുന്നതിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഭിവന്ദ്യ സദസ്സിന് വന്ദനം. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങളാലും സാങ്കേതിക പ്രശ്നങ്ങളാലുമാണ് എൻ്റെ വൈകൽ. ഈ കൂട്ടത്തിൽ ഒരു പുസ്തകം കൂടെ പ്രകാശനം ചെയ്യേണ്ടതാണ്, ഡോക്ടർ മിനി ഉതുപ്പിൻ്റെ. പക്ഷേ അത് മറ്റൊരു പ്രസ്സിൽ അതിൻ്റെ സാങ്കേതികപരമായ ചില കാര്യങ്ങളിൽ ഡിലേ വന്നിട്ടുണ്ട്. 7-ാം തീയതി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അവസാനം അത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ശ്രമം നടത്തിയാണ്. അപ്പോഴത്തേക്ക് വൈകിപ്പോയി. പിന്നെ എനിക്ക് പനിയാണ്, ശബ്ദമൊക്കെ ഇതല്ല എൻ്റെ ശബ്ദം. കാരണം 1-ാം തീയതി CK ഹരീന്ദ്രൻ ഉണ്ടായിരുന്ന വേദിയിൽ ഞാൻ പ്രസംഗിച്ചതാണ്. ആ ശബ്ദം വേറെയാണ്. അപ്പോൾ സിദ്ദിഖായതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ സഹപാഠിയാണ്, ആത്മസുഹൃത്താണ്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ. തൊട്ടപ്പുറത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എത്തി.
ഇത് രണ്ടിൻ്റെയും പബ്ലിഷറാണ്. പുസ്തകത്തെ പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കുക. നമ്മുടെ പരിപാടി ഇപ്പോൾ ഏതാനും നിമിഷങ്ങളിൽ സമാപിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒരു പബ്ലിഷർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പുസ്തകം മികച്ച ഒരു കെട്ടും മട്ടിലുള്ള ഒരു പുസ്തക അനുഭവം ഉറപ്പായിട്ടും മാന്യ വായനക്കാരെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഘാടന ഉണ്ടല്ലോ, സംഘാടനം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രൗഢോജ്വലമായ സംഘാടന സംവിധാനം, സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് ലൈബ്രറികൾ, ഇവർക്കെല്ലാം എല്ലാവരുമായിട്ട് ബന്ധമുള്ളതാണ്. എനിക്ക് കേരളത്തിൽ അങ്ങോട്ടും എല്ലാവരുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ സാംസ്കാരിക ബന്ധമുള്ളതാണ്. ഞാൻ പറയുന്നത് പബ്ലിഷർ എന്ന നിലയിൽ പറയാനുള്ളത്, ഈ പുസ്തകം ബാർട്ടർ പബ്ലിഷിങ്ങിൻ്റെ പുസ്തകങ്ങൾക്ക് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പുസ്തകം കൽപ്പിതകാമിനി ഞാൻ എഴുതിയതാണ്. അത് 2ാമത്തെ പുസ്തകമാണ്. കാവ്യനെല്ലിക്ക എന്ന പുസ്തകത്തിന് ശേഷമുള്ള കൽപ്പിതകാമിനി എന്ന ഈ കവിതയും എനിക്ക് പറയാനുള്ളത് എഴുത്തുകാരൻ എന്ന നിലയിലാണ്. ഈ കവിതയിൽ ഒറ്റ വരി പോലും, ഒറ്റ കവിതകൾ പോലും കോപ്പി അടിച്ചതല്ല. ഇതെൻ്റെ അതാണ് ഞാനിത് പറയുന്നതിൻ്റെ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. കോപ്പി അടിച്ചതല്ല എന്നുള്ളത് പറയുകയാണ്. പിന്നെ ഒന്ന്, തനതായ ഒരു ഭാഷ പറയുകയാണ്. പക്ഷെ അതിന് മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കവിതയിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഘടനാപരമായിട്ടൊക്കെ പ്രശ്നമുണ്ടാവും. എല്ലാ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും മാന്യ വായനക്കാർക്കും ഈ സദസ്സിലുള്ളവർക്കും KLIBF-ന് എല്ലാവരോടും നന്ദി പറയുന്നു. സിദ്ദിഖിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ ഇന്ന് വരാമെന്ന് ഏറ്റിരുന്നവർ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം, അതിവിടെ പറയേണ്ടതാണ്. അതായത് പ്രഭാകർമ്മ സാറ് എന്നെ വിളിച്ചിരുന്നു, CM-ൻ്റെ മീറ്റിംഗ് കൊണ്ടാണ് വരാൻ പറ്റാത്തത്, അറിയിക്കണമെന്ന് പറഞ്ഞു. അതിവിടെ അറിയിക്കുകയാണ്. 1. 2, ആൻസൽ MLA വിളിച്ചിരുന്നു. അത് അവിടെ പ്രാദേശികപരമായിട്ട് ബാങ്ക് ഇലക്ഷൻ നടക്കുകയാണ്, വരാൻ കഴിയില്ല. ഇത് അദ്ദേഹം നേരത്തെ പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സംഘാടകരെ അറിയിക്കാൻ വിട്ടുപോയി. 2. പിന്നെ 3 മുന്നേ ഉള്ളത് സിദ്ദിഖാണ്, വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ സാക്ഷിയായതാണ്. പനി കാരണം എനിക്കത് പറയുന്നതിൻ്റെ ഒരു സാധാരണഗതിയിൽ ഞാൻ പ്രസംഗിക്കുന്ന വേദി ഇങ്ങനെയല്ല. പക്ഷേ എനിക്ക് കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ വൈകിപ്പോയതിന് എനിക്ക് കുറ്റബോധമില്ല. കാരണം അങ്ങേയറ്റം അവസാനത്തെ നിമിഷം വരെ ഒരു പോരാട്ടം നടത്തിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കതിൽ ആ വൈകല്യൊരു അഭിമാനമാണുള്ളത്. നിങ്ങളുടെ ഭാഗത്ത് സംഘാടകരുടെ കാര്യത്തിൽ എനിക്ക് ഞാൻ സഹകരിക്കുന്ന കാര്യത്തിൽ ഒരു ഡിലേ വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കാവ്യാംഗനയുടെ എഡിറ്റർ സബീഷ് കുരുതിപ്പാല. കവിത മലയാളത്തിൽ പലതരമുണ്ട്. ഇത് ഞാൻ എഡിറ്റർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു കവിത എൻ്റേത് വെച്ച് ബാക്കിയെല്ലാം കേരളത്തിലെ പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരുമായ മികച്ച കവിയുടെ കവിതകളാണ്. അപ്പോൾ അവർ കവിതകൾ ഒരുപാട് തീപ്പൊരി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്രയും കവിതകൾ ഇതിലൂടെ നിങ്ങൾ വായിക്കുക. ഇതിന് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. നിർത്തുന്നു. നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തക പ്രദർശനത്തോടനുബന്ധിച്ച് നടത്തിയ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ച MA സിദ്ദിഖ് സാർ, ഇത് ഏറ്റുവാങ്ങിയ മിനി ഉതുപ്പ് മാഡം, ഇതിൻ്റെ എഴുത്തുകാരായ ശ്രീജിത്ത് സാരംഗി, ഇതിൻ്റെ എഡിറ്ററായ സബീഷ് കുരുതിപ്പാല, കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ബാർട്ടർ പബ്ലിഷിംഗ് എന്ന പ്രസാധകർക്കും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നിയമസഭ സംഘാടകർക്കും ഇതിൻ്റെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ എല്ലാ അബ്ദായകാംക്ഷികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.